ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ സന്ദർഭത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണി, ആ മുന്നണിയുടെ യഥാർത്ഥ സ്വഭാവം മെല്ലെ മെല്ലെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപ് തന്നെ അവരുടെ നിലപാട് എന്നുള്ള നിലയിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള സഖ്യത്തെക്കുറിച്ചിട്ടുള്ള വാർത്തകൾ വന്നു. അതിനുശേഷം മുസ്ലിം ലീഗ് അവരുടെ സീറ്റുകളിൽ വർധനവ് ആവശ്യപ്പെടുന്നതായിട്ടുള്ള വാർത്തകൾ വന്നു. ഇന്നിപ്പോൾ മുസ്ലിം ലീഗിന്റെ പ്രമുഖനായിട്ടുള്ള നേതാവ് ശ്രീ KN ഖാദർ മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ഉപമുഖ്യമന്ത്രി പദത്തിന് മുസ്ലിം ലീഗിന് അവകാശമുണ്ട് എന്നുള്ള അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് 5ാം മന്ത്രിയെ സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് സർക്കാരിൽ പിടിമുറുക്കാനുള്ള ശ്രമം നടത്തിയത് നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട്. കേരളത്തിൽ UDF ഭരണത്തിൽ വന്നാൽ ആരായിരിക്കും കാര്യങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതിന്റെ സൂചനയാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇതുപോലെയുള്ള സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നേതൃത്വം നൽകുന്ന സർക്കാർ വാസ്തവത്തിൽ കോൺഗ്രസ് സർക്കാർ ആയിരിക്കില്ല, വാസ്തവത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാർ ആയിരിക്കില്ല. പകരം മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള കോൺഗ്രസിന്റെ നാമമാത്ര നേതൃത്വം. കോൺഗ്രസ് കസേരയിലുണ്ടാകും മുഖ്യമന്ത്രി, പക്ഷേ ഭരിക്കുന്നത് മുസ്ലിം ലീഗ് ആയിരിക്കും എന്നുള്ള ഒരു സാഹചര്യം, ആ സാഹചര്യമാണ് കേരളം നേരിടാൻ പോകുന്നത്. മുസ്ലിം ലീഗ് ഭരിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിലെ മറ്റു മതന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെ, കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തിനുൾപ്പെടെ നേരിടേണ്ടി വരുന്ന ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളതിന് കഴിഞ്ഞ കാലങ്ങൾ അനുഭവമാണ്, കഴിഞ്ഞ കാലങ്ങൾ സാക്ഷിയാണ്. ഭീകരവാദ കേസുകളിൽ ഉൾപ്പെടുന്ന ആളുകളോടടക്കം മൃദു സമീപനം സ്വീകരിക്കുന്ന ഒരു സർക്കാരായിട്ട് ഈ സർക്കാർ മാറും എന്നുള്ള ആശങ്കയുള്ള ധാരാളം സമാധാനപ്രേമികളായിട്ടുള്ള ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്താണ് എന്നുള്ളതിൽ കോൺഗ്രസ് വ്യക്തത വരുത്തണം എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് ഈ സന്ദർഭത്തിൽ.